എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നത് നിങ്ങളുടെ എൻ്റയർ ജീവിതം മാറ്റാൻ കഴിയുന്ന ഒരു സിമ്പിൾ ബട്ട് പവർഫുൾ മോർണിംഗ് റിച്വൽ ആണ്. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ ആദ്യത്തെ 10 മിനിറ്റ് അത് സാധാരണ മിനിറ്റുകളല്ല, അത് നിങ്ങളുടെ ഭാവിയെ ബ്ലൂ പ്രിന്റ് ആണ്. ഇന്ന് ഞാൻ പറയുന്നത് 5 വാക്കുകൾ മാത്രമാണ്. വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഈ 5 വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റം ചെലുത്താനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം അതെല്ലാം ഈ 5 വാക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് നേടാൻ സാധിക്കും. വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുക. നിങ്ങൾ ഈ 5 വാക്കുകൾ 30 ദിവസം റെഗുലറായിട്ട് പറഞ്ഞു തുടങ്ങിയാൽ നിങ്ങളുടെ മൈൻഡ് റീസെറ്റ് ചെയ്യും, നിങ്ങളുടെ എനർജി ഷിഫ്റ്റ് ചെയ്യും, ഓപ്പർച്യൂണിറ്റീസ് തുറക്കും, അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും, റിലേഷൻഷിപ്പ് എല്ലാം വളരെ നല്ല ബന്ധത്തിലാവും, മണി ഫ്ലോ തുടങ്ങും. മണി ഫ്ലോ എന്ന് പറഞ്ഞാൽ പണത്തിന്റെ ഒഴുക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തുടങ്ങും, നിങ്ങളുടെ ലൈഫിൽ മൂവ്മെന്റ് ഉണ്ടാവും. അതുകൊണ്ട് ദയവായി ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, അവസാനം വരെ കേൾക്കുക. ഈ 5 വാക്കുകളാണ് 2025 നിങ്ങളെ റീലോഞ്ച് ചെയ്യാൻ പോകുന്നത്. സയൻസ് പറയും രാവിലെ നമ്മൾ പറഞ്ഞ വാക്കുകൾ ബ്രെയിൻ അക്സെപ്റ്റ് ചെയ്യുന്നത് ഫാക്ട് എന്ന പോലെയാണ്. യൂണിവേഴ്സ് പറയും എന്ത് എനർജി നിങ്ങൾ അയക്കുന്നു അതേ എനർജിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചു വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ രാവിലെ പറഞ്ഞ വാക്കുകൾ നിങ്ങളുടെ ഫ്യൂച്ചർ റിയാലിറ്റിയായി മാറും. നമ്മൾ പ്രഭാതത്തിൽ പറയുന്ന വാക്കുകൾ, നമ്മൾ ഉണർന്ന ഉടൻ നമ്മൾ ചിന്തിക്കുന്ന ചിന്തകൾ, നമ്മൾ അനുഭവിക്കുന്ന ആദ്യ വികാരം തന്നെ ആ ദിവസം മുഴുവൻ നിർണയിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാമായിരുന്നു. ഇതൊരു പുതിയ അറിവല്ലേ? ഇനി നിങ്ങൾ ഇത് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഐ ആം റെഡി എന്ന് ടൈപ്പ് ചെയ്യൂ. ഇന്ന് ഞാൻ നിങ്ങളെ 30 മിനിറ്റ് നീളുന്ന ഒരു സർഗാത്മിക യാത്രയിലൂടെ കൊണ്ടുപോവുകയാണ്. നീണ്ട നാളായി നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന ആ ഒരു പുതിയ നിങ്ങളെ ഉണർത്തുന്ന ഒരു പ്രഭാത റൂട്ടിനാണ് ഞാൻ കൊണ്ടുപോകുന്നത്. എല്ലാവരും റെഡിയല്ലേ? ഐ ആം റെഡി എന്ന് ടൈപ്പ് ചെയ്യൂ. ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് മനസ്സിനെ ശാന്തമാക്കുക. നമ്മൾ ഈ റിച്വൽസ് ഒക്കെ ചെയ്യുമ്പം ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് മനസ്സിനെ ഒന്ന് ശാന്തമാക്കുക. ഒരു ദീർഘശ്വാസം ഉള്ളിലേക്കെടുക്കുക, പുറത്തേക്ക് വിടുക, വീണ്ടും ശ്വാസം ഉള്ളിലേക്കെടുക്കുക, പുറത്തേക്ക് വിടുക. ഇങ്ങനെ 2-3 പ്രാവശ്യം നിങ്ങൾ ബ്രീത്ത് ഇന്നും ബ്രീത്ത് ഔട്ടും ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ഇപ്പോൾ ഒരു പുതിയ പ്രഭാതത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ചിന്തകളെല്ലാം ശാന്തമാണ്. നിങ്ങൾ ഓരോ ശ്വാസവും എടുക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് പോസിറ്റീവ് എനർജി നിറയുന്നു. ഓരോ ശ്വാസവും പുറത്തേക്ക് വിടുമ്പോൾ നെഗറ്റീവ് എനർജി എല്ലാം പുറത്തേക്ക് പോകുന്നു. പ്രശ്നങ്ങൾ എല്ലാം വിട്ടുപോവുകയാണ്. ഇന്ന് ഒരു പുതിയ പേജ് തുടങ്ങുകയാണെന്ന് നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുക. ഇന്ന് ഒരു പുതിയ അവസരമാണ്. ഇന്ന് നിങ്ങൾ എക്സാക്റ്റായി എന്തനുഭവിക്കണമെന്ന് നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കുന്നത് എന്ന് നിങ്ങൾ സങ്കല്പിക്കുക, വിശ്വസിക്കുക. ഓക്കെ? അതായത് നമുക്ക് പുതിയ ജീവിതം വേണമെങ്കിൽ നമ്മുടെ പഴയ ചിന്തകളും വികാരങ്ങളും നമ്മൾ വിട്ടുകളയണം. അതിനായി നമുക്ക് പ്രഭാതത്തിൽ നമ്മളോട് തന്നെ പറയേണ്ട അതിശക്തമായ 5 വാക്കുകളാണ് ഞാൻ പറയുന്നത്. ഇന്ന് ആ 5 വാക്കുകൾ നിങ്ങളുടെ ബ്രെയിനെ റീവയർ ചെയ്യാൻ പോകുന്നു. ഓക്കെ? എല്ലാവരും ശ്രദ്ധയോടെ ക്ഷമയോടെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഒന്നാമത്തെ വേർഡ് നിങ്ങൾ കേട്ടോളൂ. ഇന്ന് ഞാൻ പുതിയതായി തുടങ്ങുന്നു. വേർഡ് 1, ഇന്ന് ഞാൻ പുതിയതായി തുടങ്ങുന്നു. റിപ്പീറ്റ് ആഫ്റ്റർ മീ. ഇന്ന് ഞാൻ പുതുതായി തുടങ്ങുന്നു. ഇന്നലെ എന്ത് പിഴവുകൾ പറ്റി, എത്ര നിരാശകൾ ഉണ്ടായി, എത്ര റിജക്ഷൻ ഉണ്ടായി, എത്ര വേദന ഉണ്ടായി, ഒന്നും കാര്യമില്ല. ഇന്നൊരു ബ്ലാങ്ക് പേപ്പറാണ്. നേതൃത്വം നിങ്ങളുടെ കൈകളിലാണ്. ഇന്ന് നിങ്ങൾ പുതുതായി തുടങ്ങണം. ആരുടെയും പെർമിഷൻ വേണ്ട. ഇന്ന് ഞാൻ പഴയ വേർഷൻ അല്ല, ഇന്ന് ഞാൻ ന്യൂ വേർഷൻ ആണെന്ന് നിങ്ങൾ തന്നെ മനസ്സിൽ വിശ്വസിക്കുക. എനർജൈസ്ഡ് ആണ്, നിങ്ങൾ ഫോക്കസ്ഡ് ആണ്, നിങ്ങൾ പവർഫുൾ ആണ്. ഇങ്ങനെ പറയാം, ഐ ആം എനർജൈസ്ഡ്, ഐ ആം ഫോക്കസ്ഡ്, ഐ ആം പവർഫുൾ എന്നിങ്ങനെ പറയുക. അടുത്തത് വേർഡ് 2 ആണ്. ഞാൻ ഡിസേർവ് ചെയ്യുന്നു, ഞാൻ അർഹതയുള്ളവളാണ്. റിപ്പീറ്റ് ആഫ്റ്റർ മീ. ഞാൻ ഡിസേർവ് ചെയ്യുന്നു, ഞാൻ അർഹതയുള്ളവളാണ്. അതെ, നിങ്ങൾ അർഹതയുള്ളവളാണ്. നല്ല ആരോഗ്യത്തിനും നല്ല സ്നേഹത്തിനും നല്ല സമ്പത്തിനും നല്ല ശാന്തിക്കും നല്ല വിജയത്തിനും നിങ്ങൾ അർഹതയുള്ളവളാണ്.
ഓരോ പ്രഭാതവും നമ്മൾ മറക്കുന്ന ഒരു സത്യമുണ്ട്, നമ്മൾ അർഹരാണ്. ലോകം നിങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്താലും നിങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നു. നിങ്ങൾ എല്ലാവരും അർഹതയുള്ളവരാണ്. നല്ലതും വലിയതും ആശ്ചര്യകരവുമായ ഒരു ജീവിതത്തിലേക്ക് കടക്കാൻ നിങ്ങളെല്ലാം അർഹതയുള്ളവരാണെന്ന് വിശ്വസിക്കുക. വേർഡ് 3 ആണ് ഞാൻ ഇനി പറയുന്നത്. ഇന്ന് എനിക്ക് നന്ദിയുണ്ട്. ഇന്ന് എനിക്ക് നന്ദിയുണ്ട്. റിപ്പീറ്റ് ആഫ്റ്റർ മീ. ഇന്ന് എനിക്ക് നന്ദിയുണ്ട്. നന്ദി പറയുന്ന മനസ്സ് ബ്രെയിനെ ഒരു സമാധാന സമുദ്രമാക്കി മാറ്റും. ഇന്ന് ജീവിതത്തിന് നന്ദി പറയുക, ശരീരത്തിന് നന്ദി പറയുക, നല്ല ഉറക്കത്തിന് നന്ദി പറയുക, നല്ല ഭക്ഷണത്തിന് നന്ദി പറയുക, നല്ല സ്വപ്നങ്ങൾക്ക് നന്ദി പറയുക. നിങ്ങളെ സ്നേഹിക്കാൻ ഒത്തിരി പേരുണ്ടെങ്കിൽ പോലും അതിനും നന്ദി പറയുക. നന്ദി, നമ്മുടെ എനർജിക്ക് നന്ദി. അബൻഡൻസിനെ ഞാൻ ആകർഷിക്കുന്നു. നന്ദി, എനർജിക്ക് നന്ദി. മിറക്കിൾസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നിങ്ങനെയൊക്കെ പറയുക. ഓക്കെ, അടുത്തത് വേർഡ് 4 ആണ്. ഇന്ന് ഞാൻ നിയന്ത്രണം കൈകാര്യം ചെയ്യുന്നു. അതായത് റിപ്പീറ്റ് ആഫ്റ്റർ മീ. ഇന്ന് ഞാൻ എൻ്റെ ജീവിതത്തിന്റെ നിയന്ത്രണം കൈകാര്യം ചെയ്യുന്നു. എന്താണ്? ഇന്ന് ഞാൻ എൻ്റെ ജീവിതത്തിന്റെ നിയന്ത്രണം കൈകാര്യം ചെയ്യുന്നു. ഇന്ന് വരെ നമ്മൾ റിയാക്ഷൻ മോഡിൽ ജീവിച്ചിരുന്നവരാണ്, അല്ലേ? എന്തെങ്കിലും സംഭവിച്ചാൽ അതിനോട് റിയാക്ട് ചെയ്യും. ഇന്ന് നമുക്ക് ചൂസ് ചെയ്യാം. ഇന്ന് പ്രതീക്ഷ ചെയ്യാൻ, സൗഹൃദമായി സംസാരിക്കാൻ, ശാന്തമായി പ്രതികരിക്കാൻ, ശരിയായ തീരുമാനങ്ങൾ എടുക്കാം. എല്ലാം നമ്മൾ ചൂസ് ചെയ്യുക. നമ്മൾ എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. നമ്മൾ ചൂസ് ചെയ്തിട്ട് ചെയ്യുക. എനിക്കിത് ചെയ്താൽ നല്ലതാകുമോ ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യുക. ഇന്ന് ഞാൻ എൻ്റെ മൈൻഡിനെ ഞാൻ തന്നെ കൈകാര്യം ചെയ്യുന്നു. ഏതൊരു സംഭവവും ഇന്ന് എന്നെ തളർത്തില്ല. ഞാൻ ശരിക്കും ആലോചിച്ചെടുക്കും എന്ന് നമ്മൾ തന്നെ നമ്മുടെ മനസ്സിനോട് ഉറപ്പിക്കുക. അടുത്തത് വേർഡ് 5 ആണ്. വേർഡ് 5 എന്ന് വെച്ചാൽ ഇന്ന് ഞാൻ എൻ്റെ ഭാവി സൃഷ്ടിക്കുന്നു. റിപ്പീറ്റ് ആഫ്റ്റർ മീ. ഇന്ന് ഞാൻ എൻ്റെ ഭാവി സൃഷ്ടിക്കുന്നു. അതാണ് നമ്മുടെ 5ാമത്തെ വേർഡ്. ഭാവി ഒരു ആക്സിഡന്റ് അല്ല. ഭാവി ഡിസൈൻ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾക്ക്. ഓക്കെ, ഭാവി എന്ന് പറയുന്നത് ശരിക്കും ഇങ്ങനെ നമ്മൾ സംഭവിക്കുന്ന ഒരു കാര്യമല്ല. നമുക്ക് തന്നെ നമ്മുടെ ഭാവി ഡിസൈൻ ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മളുടെ ചിന്തകൾ, നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ തീരുമാനങ്ങൾ, നമ്മളുടെ എന്താണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, എല്ലാം കൂടി നമുക്ക് ആലോചിച്ചിട്ട് നമുക്ക് നാളെ നമ്മുടെ ജീവിതത്തെ നമുക്ക് ഷേപ്പ് ചെയ്യാവുന്നതാണ്. നമ്മളാണ് നമ്മുടെ കഥയുടെ എഴുത്തുകാരൻ. അത് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മളാണ് നമ്മുടെ റിയാലിറ്റിയെ സൃഷ്ടിക്കുന്നത്, അല്ലേ? അപ്പൊ നമ്മളാണ് നമ്മുടെ ലൈഫ് മൂവിയുടെ ഡയറക്ടർ. സത്യം പറഞ്ഞ നമ്മുടെയൊക്കെ ജീവിതം ഒരു സിനിമ പോലെയാണ്, അല്ലേ? ആ ലൈഫ് മൂവിയാണ്, ഒരു ജീവിത കഥയാണ്, ഒരു ജീവിത സിനിമയാണ് നമ്മുടെയൊക്കെ ജീവിതം. ഇതിന്റെയൊക്കെ ഡയറക്ടർ ആരാണ്? നമ്മൾ തന്നെയാണ്. ഓക്കെ, നമ്മളാണ് നമ്മുടെ കഥയുടെ എഴുത്തുകാരൻ. നമ്മളാണ് നമ്മുടെ ലൈഫ് മൂവിയുടെ ഡയറക്ടർ. ഇന്ന് നമ്മൾ ഒരു പുതിയ സീൻ തുടങ്ങുന്നു. റെഡിയാണോ നിങ്ങൾ? റെഡിയാണെങ്കിൽ ഐ ആം റെഡി എന്ന് ടൈപ്പ് ചെയ്യൂ. അടുത്തത് നമ്മൾ ലാസ്റ്റ് ആയിട്ട് നമ്മൾ പറയുന്ന ഒരു വിഷ്വലൈസേഷൻ ആണ്. ഈ 5 വാക്കുകളും ഇപ്പോൾ നിങ്ങളുടെ ബ്രെയിനിലേക്ക് ലയിച്ചിരിക്കുന്നു. നിങ്ങൾ ഒരു പ്രകാശം പോലെ ഉണരുന്നു. ശരിക്കും നിങ്ങൾ ഉയർച്ചയിലേക്ക് പോകുന്നു, തിളങ്ങുന്നു. ഇന്നത്തെ ദിവസം നിങ്ങൾ ഏറ്റവും ശക്തമായി ജീവിക്കാൻ തയ്യാറാണ്. നിങ്ങൾ തന്നെ പ്രതിജ്ഞയെടുക്കുക. ഈ ഒരു നിമിഷം മുതൽ നിങ്ങളുടെ എല്ലാ പ്രഭാതവും എല്ലാ ദിവസവും നിങ്ങൾ പോസിറ്റീവ് ചിന്തകൾ കൊണ്ട് നിറയ്ക്കുക. ഒരു നെഗറ്റീവ് തോട്ട്സ് നിങ്ങൾ മനസ്സിൽ വരാതെ നോക്കുക. ഓക്കെ, ഈ 30 മിനിറ്റ് പ്രഭാതയാത്ര നിങ്ങൾക്ക് പുതിയൊരു ശക്തി നൽകിയെങ്കിൽ നാളെ രാവിലെ വീണ്ടും ഈ വീഡിയോ നിങ്ങൾ കാണൂ. ഓരോ ദിവസവും നിങ്ങൾ ഇത് സേവ് ചെയ്ത് വെക്കുക. ഈ വീഡിയോ എന്നും രാവിലെ ഇത് കേൾക്കുക. ഇത് കേട്ടാൽ തന്നെ നിങ്ങളുടെ എനർജി വർദ്ധിക്കും. നിങ്ങളുടെ ഹൈ വൈബ്രേഷൻ നിങ്ങൾക്ക് എത്താൻ സാധിക്കും. യൂണിവേഴ്സുമായി നിങ്ങൾക്ക് അലൈൻമെന്റിൽ എത്താനായിട്ട് സാധിക്കും. അങ്ങനെ നിങ്ങളുടെ ഈസി ആൻഡ് എഫോർട്ട്ലെസ് ആയിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കും. ഓക്കെ, അപ്പൊ നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ ജീവിതവും
പുതിയതായി പിറവെടുക്കുന്നത് നിങ്ങൾ കാണും. സ്നേഹത്തോടെ നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി ഇന്നത്തെ നിങ്ങൾ സംസാരിക്കുന്നു. ഹാവ് എ മാജിക്കൽ ഡേ. നിങ്ങൾ എല്ലാവരും എല്ലാ ദിവസവും ഇത് ചെയ്യുക. എൻ്റെ വീഡിയോ വീണ്ടും വീണ്ടും കേട്ട് ചെയ്യുക. എല്ലാവരും ഈ വീഡിയോ സേവ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും എല്ലാം നിറഞ്ഞ ഒരു ജീവിതം ഞാൻ ആശംസിക്കുന്നു. നാളെ മുതൽ അല്ലെങ്കിൽ ഇന്ന് മുതൽ നാളെ രാവിലെ മുതൽ നിങ്ങൾ എല്ലാവരും ഇത് സ്റ്റാർട്ട് ചെയ്യുക. ഒരിക്കലും ഇത് മുടക്കരുത്. എന്നും ഈ ഒരു 5 വാക്കുകൾ നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം എന്തായിരിക്കും? വളരെ മിറക്കിൾസ് ആയിരിക്കും, അത്ഭുതങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ മാറ്റാൻ കഴിയും. ഓക്കെ, വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെയുള്ള വീഡിയോസ്, യൂണിവേഴ്സൽ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. എല്ലാവരിലേക്കും ഈ വീഡിയോ എത്തിക്കുക. താങ്ക് യു സോ മച്ച്. ട്രസ്റ്റ് ദ യൂണിവേഴ്സ്. താങ്ക് യു യൂണിവേഴ്സ്.